നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ലേറ്റസ്റ്റ് സിലബസ് ആണ്. 2 ദിവസം മുമ്പ് PSC ഒഫീഷ്യലി പബ്ലിഷ് ചെയ്ത സിലബസ് ആണിത്. അപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ സിലബസ് ഞാൻ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഓരോ സെക്ഷൻ ഡിവൈഡ് ചെയ്ത് എഴുതിയേക്കുകയാണ്. നമ്മൾ 10th പ്രിലിംസിൻ്റെ അതേ സിലബസ് തന്നെയാണ്, പക്ഷേ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. പിന്നെ PSC മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സെക്ഷനിന് എത്ര മാർക്കിനാണ് ചോദിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ സെക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പം ജനറൽ നോളജ്, കറണ്ട് അഫെയർ ആൻഡ് കേരള റിനൈൻസസ് ഇത് മൂന്നിൽ നിന്നും 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പിന്നെ നാച്ചുറൽ സയൻസിൽ നിന്നും 10 മാർക്ക്, ഫിസിക്കൽ സയൻസിൽ നിന്നും 10 മാർക്ക്, സിമ്പിൾ അരിത്തമെറ്റിക്കിൽ നിന്നും 10 മാർക്ക്, പിന്നെ മെൻ്റൽ എബിലിറ്റിയിൽ നിന്നും 10 മാർക്ക്. അങ്ങനെ മൊത്തം 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കിനി ഓരോ സെക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ നോളജ്, കറണ്ട് അഫെയർ ആൻഡ് കേരള റിനൈൻസസ് ആണ്. 60 മാർക്കാണ്. അപ്പോൾ ഇതിൽ വരുന്ന ടോപ്പിക്കുകളാണിത്: ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ. അപ്പോൾ ഇത് കറണ്ട് അഫേഴ്സ് ആണ് കേട്ടോ. കറണ്ട് അഫേഴ്സിൽ നിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അടുത്തത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവ്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ ജോഗ്രഫിയും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനും, അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്നൊക്കെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അടുത്തത് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവ. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്നൊക്കെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അടുത്തത് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയവ, അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ എന്നിവയെ സംബന്ധിച്ച അറിവുകളും. അപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ നിന്നൊക്കെ കൂടി ചേർത്ത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അടുത്തത് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. അതായത് നമ്മുടെ നദികളെപ്പറ്റി, നമ്മുടെ മലകളെ പറ്റിയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്നും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരും, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും. അപ്പോൾ അതായത് ഇത് കേരള റിനൈൻസസ് ആണ്. അപ്പോൾ കേരള റിനൈൻസസിൽ നിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ 60 മാർക്കിനുള്ള ടോപ്പിക്കുകൾ. അപ്പോൾ നമുക്കിനി എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: 2021 ATP കപ്പ് പുരുഷ ടെന്നീസ് ജേതാക്കൾ. 2021 ATP കപ്പ് പുരുഷ ടെന്നീസ് ജേതാക്കൾ റഷ്യയാണ് 2021 ATP കപ്പിൻ്റെ ജേതാക്കൾ. അതുപോലെ തന്നെ 2020 ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ സെർബിയ ആണ് 2020 ജേതാക്കൾ. അടുത്ത ചോദ്യം: ജമ്മു കാശ്മീരിലെ കുങ്കുമപ്പൂ കൃഷിക്ക് പേര് കേട്ട സ്ഥലം ഏതാണ്? ജമ്മു കാശ്മീരിലെ കുങ്കുമപ്പൂ കൃഷിക്ക് പേര് കേട്ട സ്ഥലം, അതായത് ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്ന സ്ഥലം ഏതാണെന്നാണ് ചോദ്യം. പാമ്പോർ ആണ് ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്ന സ്ഥലം. അപ്പം സാഫ്രോൺ ടൗൺ ഓഫ് കാശ്മീർ എന്നാണ് ഈ പാമ്പോറിന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ എപ്പോഴാണ് ഗവർണർ ജനറലിൻ്റെ ഭരണം അവസാനിച്ചത്? ഗവർണർ ജനറലിൻ്റെ ഭരണം അവസാനിച്ചത് എപ്പോഴാണ് എന്നാണ് ചോദ്യം. 26 ജനുവരി 1950 ഗവർണർ ജനറലിൻ്റെ ഭരണം അവസാനിച്ചത്. അപ്പം നമ്മുടെ അവസാനത്തെ ഗവർണർ ജനറൽ ചക്രവർത്തി രാജഗോപാലാചാരി ആയിരുന്നു. അടുത്ത ചോദ്യം: നമ്മുടെ ദേശീയ ഗാനത്തിൽ എത്ര ചരണങ്ങളുണ്ട്? 5. അടുത്ത ചോദ്യം: പെരിയാർ നദിയുടെ നീളം 244 കിലോമീറ്റർ.
ഇങ്ങനെ നദികളെ പറ്റിയുള്ള ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നദികളുടെ നീളമൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു വെച്ചേക്കണം. ഞാനിവിടെ 2-3 നദികളുടെ കൂട്ടത്തിലുണ്ട്. ഇനിയും നദികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. നമ്മുടെ ഭാരതപ്പുഴയുടെ ആണെങ്കിൽ 209 കിലോമീറ്റർ, പമ്പ 176 കിലോമീറ്റർ, ചാലിയാർ ആണെങ്കിൽ 169 കിലോമീറ്റർ, ചാലക്കുടി ആണെങ്കിൽ 146 കിലോമീറ്റർ. അപ്പോൾ ഇനി ഒരുപാട് റിവേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നോക്കി വെച്ചേക്കുക. അടുത്ത ചോദ്യം, ബാലഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? വാഗ്ഭട്ടാനന്ദൻ. അപ്പോൾ വാഗ്ഭട്ടാനന്ദനാണ് ബാലഗുരു എന്നറിയപ്പെടുന്നത്. ഇത് കേരള റിനൈൻസിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പം നമ്മുടെ അടുത്ത സെക്ഷൻ നാച്ചുറൽ സയൻസ് ആണ്. നാച്ചുറൽ സയൻസിൽ നിന്നും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നമുക്ക് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവായ അറിവ്, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും, രോഗങ്ങളും രോഗകാരികളും, പിന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പിന്നെ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പിന്നെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അപ്പോൾ ഇത്രയും ടോപ്പിക്സിൽ നിന്നും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നമുക്കിൻ്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സോയാബീൻസിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? സോയാബീൻസിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഫൈറ്റിക് ആസിഡ്. അപ്പോൾ ഫൈറ്റിക് ആസിഡ് ആണ് സോയാബീൻസിൽ അടങ്ങിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഏതാണ് വിഷത്തിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്നത്? താഴെ പറയുന്നതിൽ ഏതാണ് വിഷത്തിൻ്റെ രാജാവ്, അതായത് കിങ് ഓഫ് പോയിസൺ എന്നറിയപ്പെടുന്നത്? ആഴ്സനിക്. ആഴ്സനിക് ആണ് കിങ് ഓഫ് പോയിസൺ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ലോക ഓസോൺ ദിനം, വേൾഡ് ഓസോൺ ഡേ എന്നാണ് ചോദ്യം. സെപ്റ്റംബർ 16. നമ്മുടെ അടുത്ത സെക്ഷൻ ഫിസിക്കൽ സയൻസ് ആണ്. നമ്മുടെ ഫിസിക്കൽ സയൻസിൽ നിന്നും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്കാണെന്ന് നോക്കാം. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും, അതായത് ആറ്റവും അതിൻ്റെ സ്ട്രക്ചറും, അയിരുകളും ധാതുക്കളും, പിന്നെ മൂലകങ്ങളും അവയുടെ വർഗീകരണവും, അതായത് ക്ലാസിഫിക്കേഷൻ, പിന്നെ ഹൈഡ്രജനും ഓക്സിജനും, പിന്നെ രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, അതായത് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, പിന്നെ മാസും മാറ്ററും, പിന്നെ വർക്ക് ആൻഡ് എനർജി, ദെൻ എനർജി ആൻഡ് ഇറ്റ്സ് ട്രാൻസ്ഫോർമേഷൻ, താപവും ഊഷ്മാവും, പിന്നെ പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, പിന്നെ ശബ്ദവും പ്രകാശവും, സൗരയുധവും സവിശേഷതകളും. അപ്പോൾ ഇത്രയും ടോപ്പിക്സുകളാണ് ഫിസിക്കൽ സയൻസിലുള്ളത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളോട് ചേർത്തിട്ട് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. നമുക്കിനി എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്, അതായത് സിന്തറ്റിക് പ്ലാസ്റ്റിക് ഏതാണ് എന്നാണ് ചോദ്യം. ബേക്ക്ലൈറ്റ്. ബേക്ക്ലൈറ്റ് ആണ് ആദ്യത്തെ സിന്തറ്റിക് പ്ലാസ്റ്റിക്. അടുത്ത ചോദ്യം, ഈ പറയുന്നവയിൽ ഏതാണ് ബ്ലീച്ചിങ് പൗഡറിൽ അടങ്ങിയിരിക്കുന്നത്? അപ്പോൾ ഈ താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണ് ബ്ലീച്ചിങ് പൗഡറിൽ അടങ്ങിയിരിക്കുന്നത് എന്നാണ് ചോദ്യം. ക്ലോറിൻ. ക്ലോറിൻ ആണ് ബ്ലീച്ചിങ് പൗഡറിൽ അടങ്ങിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു ടെലിവിഷൻ റിമോട്ട് ഏത് തരം തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്? തരംഗങ്ങൾ മീൻസ് വേവ്സ്. ഏത് തരം വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഇൻഫ്രാറെഡ് വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത സെക്ഷനാണ് സിമ്പിൾ അരിത്തമെറ്റിക്. അപ്പോൾ സിമ്പിൾ അരിത്തമെറ്റിക്കിൽ നിന്ന് 10 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ടോപ്പിക്കുകളാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, അതായത് നമ്പേഴ്സും പിന്നെ നമ്പേഴ്സിന് ബേസിക്സും, പിന്നെ LCM HCF, പിന്നെ ഫ്രാക്ഷൻസ്, പിന്നെ ഡെസിമൽ നമ്പേഴ്സ്, പിന്നെ ക്ലാസ് ആൻഡ് സ്ക്വയർ റൂട്ട്സ്, പിന്നെ ശരാശരി ആവറേജ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ലാഭവും നഷ്ടവും, പിന്നെ സമയവും ദൂരവും. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് സിമ്പിൾ അരിത്തമെറ്റിക്കിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്കിനി എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, 3600ൻ്റെ 40% എത്ര ആണ് എന്നാണ് ചോദ്യം. 3600ൻ്റെ 40%. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അതേ ചോദ്യം തന്നെയാണ്. ഇത് വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ. 3600ൻ്റെ 40% കണ്ടുപിടിക്കാനെന്ന് പറയുമ്പം 40 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 3600 ചെയ്താൽ മതി. നമുക്ക് ഇതിനുള്ള ഉത്തരം കിട്ടും. ഞാൻ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. 40 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 3600. അപ്പം നമ്മൾ 40നെ 3600 കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം നമുക്ക് 1,44,000 കിട്ടും. അതേ ഡിവൈഡ് ബൈ 100 ചെയ്യുക.
അന്നേരം നമുക്ക് 1440 കിട്ടും. അപ്പം 3600-ൻ്റെ 40% എന്ന് പറയുമ്പം 1440 ഇനി ഈ 40% എടുത്ത് നമ്മൾ 10% വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ് 10/100 ഇൻറ്റു 3600. അതുപോലെ തന്നെ ഇനി 20% ആണെന്നുണ്ടെങ്കിൽ 20/100 ഇൻറ്റു 3600. അപ്പോൾ ഇത് വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അതേ ചോദ്യമാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ശരാശരി കാണുക, അതായത് ആവറേജ് കാണുക. ഇതും നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അതേ ചോദ്യം തന്നെയാണ്. ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ. ആവറേജ് കാണുകയെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പറെല്ലാം നമ്മൾ കൂട്ടിയിട്ട് എത്ര നമ്പറുണ്ടോ അതിൻ്റെ കൗണ്ട് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ആദ്യം തന്നിരിക്കുന്ന നമ്പറെല്ലാം കൂട്ടുക, അതിനെ ഡിവൈഡ് ബൈ എത്ര നമ്പറുണ്ടോ അതിൻ്റെ കൗണ്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അന്നേരം നമുക്ക് 126/6 വരും. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പം 21 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് 21. ഇത് വളരെ എളുപ്പമായ ക്വസ്റ്റ്യൻ ആണ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ മാത്സ് നന്നായിട്ട് അറിയാവുന്നവർക്ക് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത സെക്ഷൻ മെൻ്റൽ എബിലിറ്റി ആണ്. അപ്പോൾ ഈ മെൻ്റൽ എബിലിറ്റിയിൽ നിന്നും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ടോപ്പിക്കുകളാണ് ഇതൊക്കെ. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ അതായത് നമ്പർ സീരീസ്, പിന്നെ റിലേഷൻഷിപ്സ്, ക്ലാസിഫിക്കേഷൻ, പിന്നെ അറേഞ്ച്മെൻറ്റ് ഓഫ് വേർഡ്സ്, പിന്നെ ഓഡ് വൺ ഔട്ട്, ഒറ്റയാന കണ്ടെത്തൽ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പിന്നെ ഏജ് പ്രോബ്ലംസ്, പിന്നെ പൊസിഷനിങ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് മെൻ്റൽ എബിലിറ്റിക്കകത്തുള്ളത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കിൽ നിന്ന് 10 മാർക്കിൻ്റെ ചോദ്യമാണ് ചോദിക്കുന്നത്. നമുക്കിനി ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഈ തന്നിരിക്കുന്ന നമ്പർ സീരീസ് പൂരിപ്പിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇത് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അതേ ചോദ്യമാണ്. അപ്പം നിങ്ങൾ നമ്പർ സീരീസ് തരുമ്പം നമ്മൾ ഓരോ സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നമ്മളത് ചെക്ക് ചെയ്യണം. 2ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് നമുക്ക് 5 കിട്ടുക എന്ന് നോക്കുക. 2ൻ്റെ കൂടെ നമ്മൾ 3 കൂട്ടുമ്പോഴാണ് നമുക്ക് 5 കിട്ടുന്നത്. അതുപോലെ നമ്മൾ 5ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 9 കിട്ടുക എന്ന് നോക്കുക. 5ൻ്റെ കൂടെ 4 കൂട്ടുമ്പോഴാണ് നമുക്ക് 9 കിട്ടുന്നത്. അതുപോലെ തന്നെ 9ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 14 കിട്ടുക എന്ന് നോക്കുക. 9ൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ നമുക്ക് 14 കിട്ടും. ഇനി 14ൻ്റെ കൂടെ നമ്മൾ എത്ര കൂട്ടുമ്പോഴാണ് നമുക്ക് 20 കിട്ടുക. 14ൻ്റെ കൂടെ 6 കൂട്ടുമ്പോഴാണ് നമുക്ക് 20 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ സീക്വൻസ് നോക്കുമ്പോൾ 3, 4, 5, 6 എന്നൊരു സീരീസ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അടുത്തത് എന്തായാലും നമ്മൾ 7 ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ നമ്മൾ 20ൻ്റെ കൂടെ 7 കൂട്ടുമ്പോഴായിരിക്കും ഇവിടെ ഉള്ള അടുത്ത നമ്പർ വരുന്നത്. അപ്പോൾ 20ൻ്റെ കൂടെ നമ്മൾ 7 കൂട്ടുമ്പം 27 കിട്ടും. അപ്പോൾ 27 ആണ് ഇവിടെ വരുന്നത്. ഇതും ഭയങ്കര എളുപ്പമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഒരു വട്ടം ചെയ്തിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും എന്താ സംഭവം എന്ന്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ടേംസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനാണ്. ഇത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അതേ ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ടേമാണ് DDY, അതുപോലെ ബിഗിന് ഈക്വലൻ്റ് ടേമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ABCD Z വരെ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ ഓരോ ലെറ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. സിയും ഡിയും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കുക. പിന്നെ എയും ഡിയും തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിക്കുക. പിന്നെ ടിയും വൈയും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ഡിഫറൻസ് തന്നെ വെച്ച് തന്നെ നമ്മൾ ഇപ്പോഴത്തുള്ള ആ ഒരു ടേമിനെ കണ്ടുപിടിക്കുക. അതായത് നമ്മൾ സിയും ഡിയും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കുക. അപ്പം സിയിൽ നിന്ന് ഡിയിലേക്ക് പോകാൻ ഒരു ഒറ്റ പൊസിഷൻ മതി. അപ്പം സിയും ഡിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 1. അടുത്തത് എയും ഡിയും തമ്മിൽ നോക്കുക. എയിൽ നിന്ന് ഡിയിലോട്ട് പോകാൻ 3 പൊസിഷൻ. എയിൽ നിന്ന് 3ാമത്തെ പൊസിഷനിലാണ് ഡി ഇരിക്കുന്നത്. അപ്പോൾ എയും ഡിയും തമ്മിലുള്ള ഡിഫറൻസ് 3. അടുത്ത ടിയും വൈയും നോക്കുക. അപ്പം നമ്മുടെ ടിയിൽ നിന്ന് വൈയിലേക്ക് പോകാൻ 5 പൊസിഷൻ പോകണം. അപ്പോൾ ടിയിൽ നിന്ന് 5ാമത്തെ പൊസിഷനിലാണ് വൈ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് 5. അപ്പോൾ ഇതേ ഡിഫറൻസ് തന്നെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഉള്ള ആ ടേംസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ബിയുടെ കൂടെ നമ്മൾ 1 കൂട്ടിയ ഏത് ലെറ്റർ ആണെന്ന് നോക്കുക. B+1 എന്ന് പറയുമ്പം സി ആണ്. B+1 എന്ന് പറയുമ്പം സി ആണ്. അപ്പോൾ ബിയിൽ നിന്ന് B+1 ചെയ്യുമ്പം സി കിട്ടും. അടുത്ത I+3 നോക്കുക.
ഐയിൽ നിന്ന് മൂന്നാമത്തെ പൊസിഷനിൽ ഏത് ലെറ്റർ ആണെന്ന് നോക്കുക. ഐയിൽ നിന്ന് മൂന്നാമത്തെ ലെറ്റർ, ഐയിൽ നിന്ന് മൂന്നാമത്തെ ലെറ്റർ എൽ ആണ്. അപ്പം I+3 L കിട്ടും. അടുത്ത ജിയിൽ നിന്ന് അഞ്ചാമത്തെ പൊസിഷൻ ഏതാണെന്ന് നോക്കുക. ജിയിൽ നിന്ന് അഞ്ചാമത്തെ പൊസിഷൻ. അപ്പോൾ ജിയിൽ നിന്ന് അഞ്ചാമത്തെ പൊസിഷൻ ഇരിക്കുന്നത് L ആണ്. അപ്പം G+5 L കിട്ടും. അപ്പം നമ്മുടെ ബിഗിൻ്റെ ഈക്വലൻ്റ് ടേം CLL ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഓൾറെഡി ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിലബസ്. അപ്പോൾ നമ്മുടെ ശരിക്കുള്ള സിലബസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കുമുള്ള സിലബസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഓരോ സെക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അപ്പോൾ ഈ സിലബസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.